എല്ലാവർക്കും നമസ്കാരം. സഹജയോഗ ധ്യാനത്തിൻ്റെ ഓൺലൈൻ മെഡിറ്റേഷൻ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ എല്ലാ ദിവസത്തെയും പോലെ ആരെങ്കിലും പുതിയതായിട്ട് ഈ സെഷനിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലൈവ് ചാറ്റിൽ ദയവായിട്ട് ടൈപ്പ് ചെയ്യുക, പുതിയ ആളാണെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ റെഗുലറായിട്ടുള്ള ധ്യാനത്തിലേക്കും ബാക്കിയുള്ള ക്ലാസ്സുകൾ സബ്ജക്റ്റിലോട്ടും പോകുന്നതായിരിക്കും. നമ്മൾ ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ഇല്ലാത്തത് കാരണം ആരൊക്കെയാണ് പുതിയത് എന്ന് നമുക്കറിയാൻ സാധിക്കില്ല. അപ്പോൾ ആരെങ്കിലും ഈ സെഷനിൽ ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഏതെങ്കിലുമൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ആദ്യമായി ഈ സെഷൻ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ മാത്രം ലൈവ് ചാറ്റിൽ ഞങ്ങളെ അറിയിക്കാം. ഇപ്പോൾ കുറച്ച് നമ്മൾ ഈ ലോക്ക്ഡൗൺ തുടങ്ങിയ സമയം മുതൽ തന്നെ ഈ ഓൺലൈൻ മെഡിറ്റേഷൻ എല്ലാ ദിവസവും ഉണ്ട്. അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. നമ്മുടെ കൈകളിലും വിരലുകളിലുമൊക്കെ ആ ഒരു ചൈതന്യത്തിൻ്റെ അനുഭവം എല്ലാവർക്കും ഉണ്ടാകുന്നു എന്ന് കരുതുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക് സെഷൻ്റെ അവസാനം നിങ്ങൾ ലൈവ് ചാറ്റിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ, സംശയങ്ങളോ സജഷൻസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ സെഷൻ്റെ അവസാനം ലൈവ് ചാറ്റിൽ ഇടുക. നമുക്ക് അതിനെക്കുറിച്ച് പറയാനുള്ള സമയമുണ്ടാവും. അപ്പോൾ പുതിയതായിട്ട് ആരും ഇന്നില്ല എന്ന് വിചാരിക്കുന്നു. നമുക്ക് ബാലൻസിലേക്കും ധ്യാനത്തിലേക്കും കടക്കാം. അപ്പോൾ ധ്യാനത്തിന് തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് കുണ്ടലിനി ശക്തി ഉണർത്തി ബന്ധനം ചെയ്യണം. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് നമ്മുടെ ഗുരു ശ്രീ മാതാജി നിർമ്മലാദേവിയുടെ മുന്നിൽ വളരെ വിനയത്തോടു കൂടി നമുക്ക് വണങ്ങാം, നമസ്കരിക്കാം. നമുക്ക് ഈ ഒരു മഹത്തായ യോഗ പറഞ്ഞു തന്നതിനും ആത്മസാക്ഷാത്കാരം ലഭിക്കാനും ആ ഗുരുവിൻ്റെ കൃപയാലാണ് നമുക്ക് സാധിച്ചത്. അപ്പോൾ ആ ഗുരുവിനെ വന്ദിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഓരോ സെഷനും ആരംഭിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ധ്യാനത്തിൻ്റെ പൊസിഷനിലോട്ട് എല്ലാവരും വരാം. രണ്ട് കൈകളും മടിയിൽ തുറന്നു വെച്ച് വളരെ റിലാക്സ് ആയിട്ടിരിക്കാം. ചെയറിലിരിക്കുകയാണെങ്കിൽ കാലുകൾ നിലത്ത് തട്ടത്തക്ക രീതിയിൽ വയ്ക്കുക. കാലുകൾ ക്രോസ് ചെയ്തിരിക്കുക. നമ്മുടെ രണ്ട് കൈകളും ഒന്ന് ഭൂമി തത്വത്തിൽ വെച്ച് നമ്മുടെ ഉള്ളിലോട്ട് തന്നെ ഒന്ന് ശ്രദ്ധ കൊടുക്കാം. കണ്ണുകൾ അടച്ച് ഇവിടെ ശ്രീമാതാജിയോട് തന്നെ ചോദിക്കാം. ശ്രീമാതാജി, ഞങ്ങളിലെ എല്ലാ അസന്തുലിതാവസ്ഥകളെയും, എല്ലാ നെഗറ്റീവ് എനർജിയും ഭൂമിയിലേക്ക് വലിച്ചെടുത്ത് ഞങ്ങൾക്ക് ധ്യാനത്തിന് വേണ്ട ഒരു സ്ഥിതി നൽകുകയാണ്.
നമ്മുടെ ശ്രദ്ധ ഉള്ളിലോട്ട് തന്നെ ഇരിക്കട്ടെ. നമ്മുടെ ഹൃദയ സ്പന്ദനത്തിലോ ശ്വസനക്രിയയിലോ ശ്രദ്ധിക്കാം. ഒന്ന് രണ്ട് പ്രാവശ്യം ഡീപ്പ് ബ്രീത്ത് എടുക്കുക. ഇനി നമുക്ക് കണ്ണുകൾ തുറന്ന് ആ ശുദ്ധമായ ഇച്ഛയോടുകൂടി നമ്മൾ ധ്യാനത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ആ ശുദ്ധമായ ഇച്ഛയോടുകൂടി നമുക്ക് കുണ്ടലിനി ശക്തിയെ 3 നാഡികളിലൂടെയും ഉണർത്തി നമ്മുടെ സഹസ്രാര ചക്രത്തിലേക്ക് കൊണ്ടുവരാം. ഒരുമിച്ച് കളക്റ്റീവായിട്ട് കുണ്ടലിനി ശക്തി ഉണർത്തി ബന്ധൻ ചെയ്യാം. ഇനി നമ്മുടെ 2 കൈകളിലും 2 ഉള്ളം കൈകളിലും ആ വിരലുകളിലും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ചക്രങ്ങൾ നമ്മുടെ ഓരോ വിരലുകളിലും ഉണ്ട്, നമ്മുടെ ഉള്ളം കൈയിലുണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ നാഡികളുടെയും ചക്രത്തിൻ്റെയും സ്ഥിതി ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഏതെങ്കിലും വിരലിലോ കൈയിലോ വേദനയോ കുത്തുന്നത് പോലെയോ ചൂടോ ഒക്കെ തോന്നുന്നുണ്ടോ എന്നും ശ്രദ്ധിക്കുക. ഇനി നമുക്ക് സന്തുലനം ബാലൻസിങ് ഒന്ന് ചെയ്യാം. ഇടത് ചാനൽ ശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മുടെ ഇടത് കൈ മടിയിലും വലത് കൈ ഭൂമി തത്വത്തിലാണ് വയ്ക്കുന്നത്. കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ ചെയ്യാം. കണ്ണടച്ച് നമ്മുടെ ശ്രദ്ധ ഉള്ളിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് കണ്ണടയ്ക്കുന്നത്. ഇവിടെ പറയേണ്ടത്, ശ്രീമാതാജി, ഞങ്ങളുടെ ഇടനാഡിയിലെ എല്ലാ ദോഷങ്ങളും അശുദ്ധമായ ഇച്ഛകളും അശുദ്ധമായ വിദ്യയും ഭൂമി തത്വത്തിലേക്ക് വലിച്ചെടുത്താൽ ഞങ്ങളുടെ ഇടനാഡി ശുദ്ധമാക്കിയാൽ ഇടത് കൈപ്പത്തിയിലെ വിരലുകളിലും ഉള്ളം കൈയിലും ഒന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം ശ്രദ്ധ സഹസ്രാരത്തിലേക്ക് കൊണ്ടുവരിക.
ഇനി സാവധാനം വലത് കൈ മടിയിലും ഇടത് കൈ ആകാശത്തിലേക്കും വയ്ക്കാം. നമ്മുടെ ശ്രദ്ധ വലത് ഉള്ളംകൈയിലും വിരലുകളിലും. ഇവിടെ പറയേണ്ടത്, ശ്രീമാതാജി, ഞങ്ങളുടെ പിംഗള നാഡിയിലെ എല്ലാ ദോഷങ്ങളും അധികമായ ചൂടും ആകാശതത്വത്തിലേക്ക് വലിച്ചെടുത്താം. ശ്രീമാതാജി, ഞങ്ങളുടെ ചിത്തത്തെ ശുദ്ധമാക്കിയാൽ ഞങ്ങളുടെ പിംഗള നാഡിയെ ശുദ്ധമാക്കിയാൽ ഇനി നമ്മുടെ ശ്രദ്ധ സഹസ്രാരത്തിലേക്ക് കൊണ്ടുവരാം. ഇനി രണ്ട് കൈകളും മടിയിൽ തുറന്നു വെച്ച് നമ്മുടെ സുഷുമ്ന നാഡി, മധ്യമ നാഡിയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. മൂലാധാര ചക്രത്തിൽ നിന്ന് മുകളിലോട്ട് ഓരോ ചക്രങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവന്ന് ഇവിടെ ചോദിക്കാം, ശ്രീമാതാജി, ഞങ്ങളുടെ സുഷുമ്ന നാഡിയിലെ എല്ലാ ദോഷങ്ങളും മാറ്റി ഞങ്ങൾക്ക് സന്തുലനാവസ്ഥ നൽകിയാൽ ഭൂതകാലത്തിലെയും ഭാവി കാലത്തിലെയും ചിന്തകൾ മാറ്റി വർത്തമാനകാലത്തിലേക്ക് കൊണ്ടുവന്നാൽ ശ്രദ്ധ സഹസ്രാരത്തിലേക്ക്.
നമ്മുടെ വലത് കൈ നാഭി ചക്രത്തിന് മുകളിൽ വയ്ക്കാം. വയറിന് മുകളിലുള്ള ചക്രം. ഇവിടെ ചോദിക്കാം, ശ്രീമാതാജി, ഞങ്ങൾക്ക് സമാധാനവും ആനന്ദവും പൂർണ്ണമായ സംതൃപ്തിയും നൽകിയാൽ ശ്രീമാതാജി, ഞങ്ങളിൽ ധർമ്മം സ്ഥാപിച്ചാൽ ശ്രീമാതാജി, അവിടുത്തെ കൃപയാൽ ഞങ്ങൾ പൂർണ്ണമായും സംതൃപ്തരാണ്. ഇനി നമ്മുടെ വലത് കൈ നെറ്റിയിലോട്ട് വയ്ക്കാം. ഇവിടെ പറയുക, ശ്രീമാതാജി, ഞാൻ എല്ലാ പേരോടും പൂർണ്ണമായും ക്ഷമിക്കുന്നു, എന്നോട് തന്നെയും ക്ഷമിക്കുന്നു. ശ്രീമാതാജി, എനിക്ക് ക്ഷമാശക്തിയും ത്യാഗബുദ്ധിയും നൽകിയാൽ ഇനി നമ്മുടെ വലത് കൈ നെറ്റിയുടെ നേരെ പുറകെ തലയുടെ പുറകിലായിട്ട് വയ്ക്കുക. ഇവിടെ പറയാം, ശ്രീമാതാജി, അറിഞ്ഞോ അറിയാതെയോ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ചാലും. ബാക്ക് ആകുകയാണ് ഇത്, ആജ്ഞാചക്രത്തിൻ്റെ പുറകുവശം. ശ്രീമാതാജി, ഞങ്ങളുടെ ആത്മീയ ഉന്നതിക്ക് തടസ്സമായുള്ള എല്ലാ അശുദ്ധമായ ഓർമ്മകളെയും ഇല്ലായ്മ ചെയ്താൽ. ശ്രീമാതാജി, അറിഞ്ഞോ അറിയാതെയോ ഞങ്ങൾ ചെയ്ത എല്ലാ തെറ്റുകളും പുറത്താകും. ഇനി നമ്മുടെ വലത് കൈ സഹസ്രാരത്തിലൊന്ന് പ്രസ് ചെയ്യുക. ഇവിടെ പറയേണ്ടത്, ശ്രീമാതാജി,
ഞങ്ങൾക്ക് നിർവിചാര സ്ഥിതി നൽകിയാലും. ശ്രീമാതാജി, ഞങ്ങളുടെ ആത്മസാക്ഷാത്കാരം ദൃഢപ്പെടുത്തിയാലും. സാവധാനം നമ്മുടെ വലത് കൈ കുറച്ച് മുകളിലോട്ട് പൊക്കുക. സഹസ്രാരത്തിന് മുകളിലായിട്ട് നമ്മുടെ ശ്രദ്ധ ആ കൈയുടെ കൂടെ മുകളിലോട്ട് പോകട്ടെ. എത്രത്തോളം കൈ മുകളിലോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു അതുവരെ. വീണ്ടും തിരിച്ചു വരിക. ഉച്ചയുടെ മുകളിലായിട്ട്, സഹസ്രാരത്തിന് മുകളിലായിട്ട് നമ്മുടെ ശ്രദ്ധ സഹസ്രാരത്തിന് മുകളിൽ കൊണ്ടുവന്ന് വലത് കൈ മടിയിൽ തുറന്നു വയ്ക്കാം. നമ്മുടെ ശ്രദ്ധ സഹസ്രാരത്തിന് മുകളിൽ തന്നെ ഇരിക്കട്ടെ.
നമ്മുടെ ശ്രദ്ധ സഹസ്രാരത്തിന് മുകളിൽ തന്നെയാണ്. യാതൊരു ചിന്തകളും തന്നെയില്ല, നിർവിചാര സ്ഥിതിയിലാണ്. രണ്ട് ഉള്ളം കൈകളിലും ആ സഹസ്രാരത്തിലും ചെറിയ ഒരു തണുത്ത കാറ്റ് നമുക്കറിയാൻ സാധിക്കും. സാവധാനം കണ്ണ് തുറക്കാം. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ വീട്ടിൽ രാവിലെയും വൈകുന്നേരവും അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുന്നേയും ധ്യാനം ചെയ്യേണ്ടത്. ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത്രയും ചെയ്യുക. അപ്പോൾ ആ ഒരു നമ്മൾ ചെയ്യുമ്പോൾ കുണ്ടലിനി ശക്തി ഉണർത്തി ബന്ധനം ചെയ്തതിന് ശേഷം ആ ഒരു ബാലൻസിങ്, ലെഫ്റ്റ് റൈറ്റ് ബാലൻസിങ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ കൈകളിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഏതെങ്കിലും ചാനലിലോ വിരലുകളിലോ ആ ചക്രങ്ങൾ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ ചക്രം ഒന്ന് ശുദ്ധമാക്കാൻ വേണ്ടി അവിടെ നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈ ആ ഭാഗത്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ നാഭിചക്രമോ ആജ്ഞാചക്രമോ ഹൃദയചക്രമോ എവിടെയാണ് കുറച്ചെങ്കിലും ഒരു ഇത് പ്രശ്നം തോന്നുന്നത്, ആ ചക്രം നമുക്ക് അഫർമേഷൻ കൊണ്ട് തന്നെ ശുദ്ധമാക്കാം. നമ്മുടെ കയ്യിലെ ആ ചൈതന്യം കൊണ്ട് ആ ചക്രങ്ങളിൽ കൊടുക്കുന്നത് കൊണ്ടും ആ ചക്രം ശുദ്ധമാകും. വേറൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഏത് ചക്രമാണ് നമുക്ക് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എന്ന് മനസ്സിലാവുകയാണെങ്കിൽ നമ്മുടെ വിരലുകളിൽ കൂടെ, ഇപ്പോൾ ആ നടുവിരലിലാണ് ചെറിയൊരു വേദന അല്ലെങ്കിൽ ഒരു കുത്തൽ മാതിരി തോന്നുകയാണെങ്കിൽ, ചൂട് തോന്നുകയാണെങ്കിൽ നമ്മൾ നാഭീചക്രമാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ആ ചക്രത്തിന് മുകളിൽ നമുക്ക് നമ്മുടെ കൈകൾ കൊണ്ട് വേണമെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇങ്ങനെ കറക്കാം. നമ്മുടെ ഫ്രണ്ടിൽ കൂടെ നമ്മുടെ ആ കൈകൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ആ ചൈതന്യം നമ്മുടെ ചക്രങ്ങളിൽ കൊടുത്ത് ആ ചക്രത്തെ ശുദ്ധമാക്കാവുന്നതാണ്. അതേപോലെ എല്ലാ ചക്രങ്ങളും നമ്മൾ ഏത് വിരലാണ് നമുക്ക് ആ ഫീൽ ചെയ്യുന്നതെന്നനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു സെൻസിറ്റിവിറ്റി വരുമ്പോൾ ആ രീതിയിൽ ശുദ്ധമാക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു സെൻസിറ്റിവിറ്റി വന്നില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് ചിന്തയില്ലാത്ത അവസ്ഥ, ധ്യാനാവസ്ഥ കിട്ടിയില്ല എങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ എല്ലാ ചക്രങ്ങളിലും ആ ചൈതന്യം നമ്മുടെ കൈകളിൽ നിന്ന് കൊടുക്കാവുന്നതാണ്. നമ്മുടെ അറ്റൻഷൻ ഓരോ ചക്രങ്ങളിൽ കൂടെയും മുകളിലോട്ട് കൊണ്ടുവന്ന് അവസാനം സഹസ്രാര ചക്രത്തിൽ ശ്രദ്ധിക്കാം. അങ്ങനെയും നമുക്ക് ധ്യാനത്തിലോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കുറച്ച് എത്ര ദിവസം ഓരോരുത്തർ ചെയ്തോ റെഗുലറായിട്ട് നമ്മൾ ചെയ്തു വരുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ആ ഒരു വിരലുകളിലൊക്കെ നമുക്ക് ആ ഒരു ചൈതന്യം സാവധാനം അറിയാൻ തുടങ്ങും. ചിലർക്ക് കൂടുതൽ സമയമെടുക്കും, അതിൽ ടെൻഷനൊന്നും വേണ്ട. പക്ഷെ നമ്മൾ ഇത് ദിവസം ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനം. ആ ഫുഡ് സോക്കിംഗ്, ഇന്നലെ പറഞ്ഞ ഫുഡ് സോക്കിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് കൂടുതൽ നമ്മൾ ചക്രങ്ങൾ ശുദ്ധമാകുന്നതോടുകൂടി നമുക്ക് ആ ഒരു സെൻസിറ്റിവിറ്റി ഓട്ടോമാറ്റിക്കലി വരും. അതുപോലെ നമ്മുടെ വിശുദ്ധി ചക്രം കൂടുതൽ ശുദ്ധമാക്കാൻ ശ്രദ്ധിക്കണം. വിശുദ്ധി ചക്രമാണ് നമുക്ക് ആ ഒരു സെൻസിറ്റിവിറ്റി, കൈകളിലെ സെൻസിറ്റിവിറ്റിയൊക്കെ വരാൻ വിശുദ്ധി ചക്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എണ്ണയോ വെണ്ണയോ നെയ്യോ ഒക്കെ കൊണ്ട് കൈയൊക്കെ മസാജ് ചെയ്യുന്നത് നമ്മുടെ ആ ഒരു സെൻസിറ്റിവിറ്റി കൂട്ടാൻ സഹായിക്കും. വിരലുകളൊക്കെ ഒന്ന് എണ്ണയൊക്കെ ഇട്ട് ഒന്ന് നല്ലോണം തടവുക. കഴുത്തിൽ വേണമെങ്കിൽ നമുക്ക് എണ്ണ കൊണ്ടൊന്ന് മസാജ് ചെയ്യാം. അപ്പോൾ അതെല്ലാം നമ്മുടെ ആ ഒരു സെൻസിറ്റിവിറ്റി കൂട്ടാൻ വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ചെറിയ ഹിൻസ് നമുക്കിങ്ങനെ ഓരോ ചക്രങ്ങൾ ശുദ്ധമാക്കാൻ വേണ്ടി തരാൻ സാധിക്കും ഒരു ക്ലാസ്സിൽ നമുക്ക്. അപ്പോൾ ഇന്നലെ നമ്മൾ ചാനൽസ് എങ്ങനെയാണ് ശുദ്ധമാക്കുന്നതെന്ന് പറഞ്ഞു.
ലെഫ്റ്റ് ചാനലും റൈറ്റ് ചാനലും ഏതൊക്കെ എലിമെൻറ്റ്സ് ആണെന്ന് പറഞ്ഞു. ഇടത് ചാനൽ ശുദ്ധമാക്കുന്നത് ഭൂമി തത്വവും അഗ്നി തത്വവുമാണെന്ന് പറഞ്ഞു. വലത് ചാനല് നമ്മുടെ ജലതത്വവും ആകാശതത്വമാണ് വലത് ചാനലിന്. സുഷുമ്നാ നാഡി നമ്മുടെ വായു തത്വമാണ് സുഷുമ്നാ നാഡിയിൽ വരുന്നത്. ആയുർവേദത്തിൽ വാതപിത്ത കഫം എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഇതിൽ കഫ പ്രകൃതിയാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡായിട്ട് വരുന്നത്, കഫം. പിത്തം റൈറ്റ് സൈഡ്, വാതം ആണ് സെൻട്രൽ ചാനലായിട്ട് വരുന്നത്. അപ്പോൾ ആ രീതിയിൽ ആയുർവേദത്തിൽ ഈ ചക്രങ്ങളെക്കുറിച്ചെല്ലാം പഠിക്കുന്നുണ്ട് അവർ. പക്ഷേ ഈ ഒരു കുണ്ടലിനെക്കുറിച്ചുമൊക്കെ അവർക്ക് അറിയില്ല. അപ്പോൾ മെഡിക്കൽ സയൻസിൽ ലെഫ്റ്റ് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം, റൈറ്റ് സിമ്പതറ്റിക്, അതിന് സെൻട്രലുള്ളത് പാരാസിമ്പതറ്റിക് അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ പാരാസിമ്പതറ്റിക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മെഡിക്കൽ സയൻസിന് അറിയില്ല. അവർ ഓട്ടോണമസ് നെർവസ് സിസ്റ്റം എന്നാണ് പറയുന്നത്. നമ്മുടെ ഹാർട്ട് ബീറ്റ്, ശ്വാസപ്രക്രിയ, അതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഓട്ടോണമസ് നെർവസ് സിസ്റ്റം എന്ന് അവർ പറഞ്ഞു വെച്ചു. പക്ഷേ എങ്ങനെയാണ് അതകത്ത് നടക്കുന്നതെന്നോ എന്താണ് ഈ ഓട്ടോ എന്ന് മെഡിക്കൽ സയൻസിന് പറയാൻ സാധിക്കില്ല. അപ്പോൾ അത് സ്പിരിച്വൽ സയൻസ് ആണ്. റഷ്യൻസ് ശരിക്കും സഹജീവിക മീറ്റാ സയൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെല്ലാം അപ്പുറത്ത് ഉയർന്ന ഒരു അവയർനെസ്സിലോട്ടാണ് നമ്മളെ ഈ ഒരു യോഗ നമ്മളെ കൊണ്ടുപോകുന്നത്. സഹജയോഗയെക്കുറിച്ച് റഷ്യൻസും അമേരിക്കൻസും വെസ്റ്റേൺ കൺട്രീസിൽ ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ മെഡിക്കൽ പേപ്പേഴ്സ് നമ്മുടെ സഹജയോഗയുടെ സൈറ്റിലുണ്ട്. അപ്പോൾ പല അസുഖങ്ങളും അവർ സഹജയോഗയിലൂടെ ക്യൂർ ചെയ്യുന്നത് അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള റിസൾട്ട്സ് വന്നിട്ടുണ്ട്. മെഡിറ്റേഷൻ എങ്ങനെയാണ് നമ്മുടെ ഈ ശാരീരികവും മാനസികവുമായിട്ടുള്ള അവസ്ഥകളെ മെച്ചപ്പെടുത്തുന്നത്, അതിൽ സഹജയോഗ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് പേർക്ക് MD റിസർച്ച് ചെയ്തിട്ട് MDയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അതിൻ്റെ ബൈ പ്രോഡക്ട്സ് ആണ്. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല. ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബൈ പ്രോഡക്ട്സ് മാത്രമാണ്. നമുക്ക് ആ ഒരു ഹയർ അവയർനെസ്സിൽ എത്ര നേരം എത്താം, നമ്മുടെ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം ആ ഒരു പ്രപഞ്ച ശക്തിയുമായിട്ടുള്ള കൂടിച്ചേരൽ, ശരിക്കുള്ള കൂടിച്ചേരൽ, നമ്മുടെ മനുഷ്യൻ്റെ പരിണാമത്തിൻ്റെ അവസാനത്തെ ഘട്ടം, അതിലോട്ട് എത്തുക എന്നുള്ളതാണ്. ആ ഒരു ആത്മീയമായിട്ടുള്ള ലെവലിലോട്ടാണ് ഈ യോഗ നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ ഇന്ന് നമ്മുടെ ചക്രാസിൻ്റെ ക്വാളിറ്റീസ് പറഞ്ഞതുപോലെ ഓരോ ചക്രങ്ങളിലും അതിൻ്റെ ദേവതകളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ക്വാളിറ്റീസും വരുന്നത്. അപ്പോൾ ഇന്ന് ആ ചക്രങ്ങളിലെ ദേവതകളെക്കുറിച്ചും ആ ക്വാളിറ്റീസിനെ കുറിച്ചും ഒന്ന് പറയാം. അതുപോലെ തന്നെ വേറൊന്ന് മനസ്സിലാക്കേണ്ടത്, ഈ ചക്രങ്ങളെല്ലാം തന്നെ മനുഷ്യൻ്റെ പരിണാമത്തിലെ ഓരോ ഘട്ടങ്ങളിൽ കൂടെ രൂപപ്പെട്ടിട്ടുള്ളതാണ്. ഈ ചക്രങ്ങളെല്ലാം തന്നെ അതെല്ലാം ഓരോ ബ്രേക്ക് ത്രൂ ആണ്. നമ്മളിപ്പോൾ ഈ സഹസ്രാര ചക്രം ഭേദിച്ച് നമുക്ക് ആത്മസാക്ഷാത്കാരം കിട്ടുന്ന ഒരു ഘട്ടം എത്തിയതുപോലെ പല അവതാരങ്ങളുടെ വരവോടുകൂടിയും പല ഗുരുക്കന്മാരുടെ ഭൂമിയിൽ വന്ന് അവരാണ് ഈ ഓരോ ചക്രങ്ങളുടെയും പ്യൂരിഫിക്കേഷനും അതിൻ്റെ ബ്രേക്ക് ത്രൂ എല്ലാം മനുഷ്യൻ്റെ പരിണാമത്തിലുണ്ടാക്കി. നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നില്ലേ, മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളുണ്ട്, അങ്ങനെ ആണ് ഉണ്ടായതെന്ന് പറയുന്നു. അപ്പോൾ അതേപോലെ ഓരോ മതങ്ങളിലും അവരുടേതായ രീതിയിൽ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് പുരാണ ഗ്രന്ഥങ്ങളിലെല്ലാം. അപ്പോൾ ഈ ചക്രങ്ങളെല്ലാം നമ്മുടെ മനുഷ്യൻ്റെ പരിണാമത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെയാണ് കടന്ന് വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് മൂലാധാര ചക്രത്തിൻ്റെ ഇതിലോട്ട് വരാം. മൂലാധാര ചക്രത്തിൻ്റെ ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ശരിക്കും അതിൻ്റെ ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇന്നസെൻസ്, നിഷ്കളങ്കതയാണ്, പവിത്രതയാണ്, പിന്നെ വിവേകബുദ്ധി, പിന്നെ ചാരിത്ര്യബോധം. അപ്പോൾ ഇതൊക്കെയാണ് മൂലാധാരത്തിൻ്റെ ഗുണങ്ങൾ. അപ്പോൾ അതിൻ്റെ ദേവത എന്ന് പറഞ്ഞത് ശ്രീ ഗണേശനാണ്. ഗണേശ പ്രിൻസിപ്പിളാണ് നമ്മുടെ മൂലാധാരം. അപ്പോൾ അത്
ഭൂമി തത്വമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മൂലാധാരം ശുദ്ധമാക്കുന്നത് ഭൂമി തത്വമാണ്. അപ്പോൾ ക്രിയേഷന് മുന്നേ ആയിട്ട് ആ ഒരു പവിത്രത, ഓസ്പിഷ്യസ്നെസ് ആണ് സൃഷ്ടിക്ക് മുന്നേ ഉണ്ടായത്. ആ ഒരു ഓസ്പിഷ്യസ്നെസ് അല്ലെങ്കിൽ പവിത്രതയാണ്. പവിത്രതയോടുകൂടി മാത്രമേ ആ ഒരു സൃഷ്ടി പ്രപഞ്ചത്തിലുണ്ടായിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഓംകാരമാണല്ലോ ആദ്യം സൃഷ്ടിയിൽ ഉണ്ടായ ശബ്ദം. ഓം, ആ, ഊ, മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാകാളി, മഹാസരസ്വതി, മഹാലക്ഷ്മി, ആ ഒരു 3 പവറും ആദിശക്തിയിൽ നിന്ന് ഉണ്ടായ ഇതാണ്. ആദിശക്തിയാണ് ഈ പ്രപഞ്ച സൃഷ്ടി ചെയ്തത്. ആ ഒരു പ്രപഞ്ചശക്തിയുടെ ആ ശക്തി എന്ന് പറയുന്നത് ആദിശക്തിയാണ്. ആദ്യം ഉണ്ടായ ശക്തി സൃഷ്ടിക്ക് വേണ്ടിയിട്ട് ആ പ്രപഞ്ചത്തിൻ്റെ ആ ഈശ്വരൻ എന്ന് പറയുന്ന ആ ശക്തിയിൽ നിന്ന് വേർപെട്ടതാണ് ഈ ആദിശക്തി. അതിൻ്റെ ശുദ്ധമായ ഇച്ഛയാണ്, ഈശ്വരൻ്റെ ശുദ്ധമായ ഇച്ഛയാണ് ഈ ആദിശക്തി. നമ്മുടെ ഉള്ളിലെ ശുദ്ധമായ ഇച്ഛയാണ് നമ്മുടെ ഉള്ളിലെ ആ കുണ്ടലിനി എന്ന് പറയുന്നത്. ആദിശക്തിയുടെ ഒരു റിഫ്ലക്ഷനാണ് നമ്മുടെ ഉള്ളിലെ ആ കുണ്ടലിനി ശക്തി. അപ്പോൾ മൂലാധാരത്തിൻ്റെ ആ ഗുണങ്ങൾ ഉള്ളത് ആ ഒരു ശ്രീഗണേശനെയാണ്. ഒരു കൊച്ചുകുട്ടിയെ പോലെ ഇന്നസെൻ്റ് ആണ് ശ്രീഗണേശൻ. സ്വാധിഷ്ഠാന ചക്രത്തിലെ അതിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ സൃഷ്ടിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ കലാപരമായിട്ടുള്ള സൃഷ്ടിപരത എന്ന് വേണമെങ്കിൽ അതിന് പറയാം. അപ്പോൾ ക്രിയേറ്റിവിറ്റി, നമുക്ക് പല കലകളിലുമുള്ള ക്രിയേറ്റിവിറ്റി ആ സ്വാധിഷ്ഠാന ചക്രത്തിലാണ്. അതുപോലെ നമ്മുടെ ബ്രെയിനിലോട്ടുള്ള സെൽസ്, എനർജി കൊടുക്കുന്ന ബ്രെയിൻ സെൽസിന് വേണ്ടിയിട്ടുള്ള എനർജി എല്ലാം സ്വാധിഷ്ഠാനത്തിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് മാനസികമായിട്ടുള്ള ആ ഒരു ചിന്തയ്ക്കുള്ള കഴിവ്, ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ്, അതെല്ലാം സ്വാധിഷ്ഠാന ചക്രത്തിൻ്റെയാണ്. അപ്പോൾ അതിൻ്റെ ദേവത എന്ന് പറയുന്നത് ബ്രഹ്മദേവ സരസ്വതിയാണ്. അപ്പോൾ നമുക്ക് അറിവിൻ്റെ, ശുദ്ധമായ അറിവിൻ്റെ, ശുദ്ധമായ ഇച്ഛയുടെ, ശുദ്ധമായ അറിവ്, നമ്മൾ അറിവിൻ്റെ ദേവത എന്ന് പറയുന്നത് സരസ്വതിയാണ്, സരസ്വതി ദേവിയാണ് നമ്മൾ അറിവിൻ്റെ ദേവതയായിട്ട് വെച്ചത്. അപ്പോൾ സ്വാധിഷ്ഠാനത്തിൻ്റെ ദേവത എന്ന് പറയുന്നത് ബ്രഹ്മദേവനും സരസ്വതിയും. മൂന്നാമത് നാഭീചക്രം. നാഭീചക്രം ശരിക്കും നാഭീചക്രത്തിൽ നിന്നാണ് ഈ സ്വാധിഷ്ഠാന ചക്രം വരുന്നത്. ഈ നാഭീചക്രവും മുമ്പൊരു ക്ലാസ്സിൽ പറഞ്ഞു, ഈ നാഭീചക്രത്തിന് ചുറ്റുമാണ് ഈ ഭവസാഗരം പച്ച നിറത്തിൽ കാണുന്നത്. ഈ സ്വാധിഷ്ഠാനവും നാഭീചക്രത്തിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുക. ശരിക്കും ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നാഭീചക്രത്തിന് ചുറ്റും കറങ്ങണം. അപ്പോൾ ഈ 3 ചക്രങ്ങളും ഏകദേശം ഒരേ പൊസിഷനിലാണ് വരുന്നത്. സ്വാധിഷ്ഠാനം, നാഭി, ഭവസാഗരം ആ ഒരു വട്ടത്തിനകത്താണ് വരുന്നത്. അപ്പോൾ നാഭീചക്രം എന്ന് പറയുന്നത് ലക്ഷ്മി നാരായണൻ, അതാണ് അതിൻ്റെ ദേവത. നമ്മളെ പുരാണങ്ങളിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇങ്ങനെ മഹാവിഷ്ണുവിൻ്റെ പൊക്കിളിൽ നിന്ന് വന്ന താമരയിൽ നിന്നാണ് ഈ ബ്രഹ്മദേവൻ വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഇത് നാഭി ചക്രം എന്ന് പറയുമ്പോൾ അതിൽ നിന്നാണ്, നാഭിയിൽ നിന്നാണ് പിന്നെ സ്വാധിഷ്ഠാനം. ബ്രഹ്മദേവൻ സ്വാധിഷ്ഠാനത്തിലാണല്ലോ പറഞ്ഞത്, ബ്രഹ്മദേവ സരസ്വതി സ്വാധിഷ്ഠാനം. അപ്പം നാഭി ചക്രത്തിൻ്റെ ദേവത ലക്ഷ്മി നാരായണനാണ്. അപ്പോൾ ഈ ഓരോ ചക്രത്തിനും ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ അങ്ങനെയുണ്ട്. അപ്പോൾ അതിനുള്ള ദേവതകളുണ്ട്. നമുക്ക് ആദ്യമായിട്ടും ഈ സെൻറ്ററിലുള്ള മെയിനായിട്ടുള്ളത് പറഞ്ഞു പോവാം. എല്ലാം കൂടെ പറഞ്ഞാൽ ഓർമ്മ നിൽക്കുന്നില്ല. അപ്പോൾ നാഭീചക്രത്തിൻ്റെ ക്വാളിറ്റീസ് നമ്മൾ എന്താണ് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതൃപ്തി, സമാധാനം, നമ്മുടെ എക്സിസ്റ്റൻസാണ് ശരിക്കും നാഭീചക്രം. നമ്മുടെ ഭൗതികമായ എല്ലാ കാര്യങ്ങളും, നമ്മുടെ ജീവിത പ്രശ്നങ്ങളും സാമ്പത്തികവും ജോലിപരവുമായിട്ടുള്ള കുടുംബപരവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നാഭീചക്രത്തിലാണ് വരുന്നത്. അപ്പോൾ അവിടെയാണ് സംതൃപ്തിക്ക് നമുക്ക് കുറവുണ്ടാകുന്നത്. ഈ ഭൗതികമായ കാര്യങ്ങളിൽ, ദൈനംദിന ജീവിതത്തിൻ്റെ കാര്യങ്ങളിലാണ് നമുക്ക് അസംതൃപ്തി ഉണ്ടാകുന്നത്. അപ്പോൾ എപ്പോഴാണോ നമ്മുടെ കുണ്ടലിനി ശക്തി, ആത്മസാക്ഷാത്കാരം കിട്ടി നമ്മുടെ കുണ്ടലിനി ശക്തി നാഭീചക്രം ശുദ്ധീകരിച്ചാൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളിലെല്ലാം ഒരു സംതൃപ്തി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും അസംതൃപ്തിയുള്ള ആൾക്കാരായിരിക്കും.
അപ്പോൾ ആത്മാവിന്, ശുദ്ധമായ ആത്മാവിൻ്റെ ക്വാളിറ്റിയാണ്. നമ്മൾ ആത്മീയ തലത്തിലോട്ട് വരുമ്പോൾ ആ കുണ്ടലിനി ശക്തി നമ്മുടെ ഭവസാഗരം ക്രോസ് ചെയ്യുമ്പോൾ ആ ഒരു ഗുരുവിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ നമ്മളിൽ ആ ഒരു ധർമ്മം സ്ഥാപിക്കപ്പെടുന്നുള്ളൂ. അപ്പോൾ ധർമ്മത്തിൻ്റെയും കൂടെ സെൻറ്ററാണ് ആ നാഭി. അപ്പോൾ സംതൃപ്തി, പൂർണ്ണമായ സംതൃപ്തി, സമാധാനം, ആനന്ദം, ഇതൊക്കെയാണ് നാഭിയുടെ ഗുണങ്ങൾ. അത് ശ്രീ ലക്ഷ്മി നാരായണനാണ് നമ്മുടെ അതിൻ്റെ ദേവത. ഭവസാഗരം എന്ന് പറഞ്ഞത് ഗുരു പ്രിൻസിപ്പിളാണ്. നാഭിക്ക് ചുറ്റും ഉള്ളത് ഭവസാഗരമാണ്. ഇവിടെ ആദിഗുരു എന്ന് പറയുന്നത് ആദിഗുരു ദത്താത്രേയൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ആദിഗുരുവിൻ്റെ അവതാരങ്ങളായിട്ട് സഹജയോഗയിൽ 10 ഗുരുക്കന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആ 10 ഗുരുക്കന്മാരും നമ്മളിൽ ആ ഒരു ധർമ്മം സ്ഥാപിക്കാനും പല കാലഘട്ടങ്ങളിൽ പല രാജ്യങ്ങളിൽ ഈ ഗുരുക്കന്മാർ വന്നിട്ടുണ്ട്. മനുഷ്യനെ അധർമ്മത്തിൽ നിന്നും ധർമ്മത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പല സമയങ്ങളിൽ അവർ വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം അവർക്ക് ആ ഒരു ആത്മസാക്ഷാത്കാരം കൊടുക്കുന്ന പവേഴ്സ് അവർക്കുണ്ടായിരുന്നില്ല. പക്ഷേ എന്താണ് ധർമ്മം, മനുഷ്യൻ്റെ ആ ഒരു സെൻറ്ററിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ 10 ഗുരുക്കന്മാരെന്ന് പറയുന്നത് ഇവരൊക്കെയാണ്. രാജാ ജനക് ഇന്ത്യയിലുള്ള ആളായിരുന്നു. അതേപോലെ എബ്രഹാം, മോസസ്, സറാത്തുസ്ത്ര, ലാവോസെ, കൺഫ്യൂഷ്യസ്, പ്രോഫറ്റ് മുഹമ്മദ്, ഗുരുനാനക്, ഷിർദി സായിബാബ, ഷിർദി സായിനാഥ്. അപ്പോൾ ഇങ്ങനെ 10 ഗുരുക്കന്മാർ. അപ്പോൾ ഈ ഗുരുക്കന്മാർ, ഗുരുതത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാഭിചക്രത്തിന് ചുറ്റുമാണ്. ഇപ്പോൾ ശ്രീമാതാജിയുടെ അനുഗ്രഹത്താൽ നമുക്ക് ആ കുണ്ടലിനി ശക്തി ഉണർന്ന് ശരിക്കും ഈ ഭവസാഗരത്തിൽ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. നമുക്ക് ആ ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭൗതികമായിട്ടുള്ള ജീവിതത്തിൽ ഈ മായാലോകത്തിൽ പെട്ടുകിടക്കുകയാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പാണ് അവിടെ ഉള്ളത്. നമ്മൾ ആത്മീയ തലത്തിലോട്ട് പോകണമെങ്കിൽ ആ കുണ്ടലിനി ശക്തി ഈ ഗ്യാപ്പിനെ ബന്ധിപ്പിച്ചാൽ മാത്രമേ നമുക്ക് മുകളിലോട്ട് ഉയരാൻ സാധിക്കുള്ളൂ. ആ ഗുരു പ്രിൻസിപ്പിൾ കൂടെ മാത്രമേ മുകളിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഭൗതികമായിട്ടുള്ള നമ്മുടെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നു കഴിഞ്ഞാലേ നമ്മൾ കുറച്ച് ആത്മീയമായ ലെവലിലോട്ട്, ഉയർന്ന തലത്തിലോട്ട് എത്തുന്നുള്ളൂ. ഈ 3 ചക്രങ്ങൾ, നമ്മുടെ മൂലാധാരം, സ്വാധിഷ്ഠാനം, നാഭി, ഈ 3 ചക്രങ്ങൾ ശുദ്ധമായി മുകളിലോട്ട് പോകുമ്പോഴാണ് കുറച്ചൊരു ഹയർ അവെയർനെസ്സിലോട്ട് നമുക്ക് എത്തുന്നത്, ആത്മീയമായിട്ടുള്ളൊരു ഹയർ ലെവലിലോട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹാർട്ട് ചക്രയാണ്, ഹൃദയചക്രം. ഹൃദയചക്രത്തിൽ ശരിക്കും ദുർഗയാണ്. ദുർഗ നമുക്ക് കോൺഫിഡൻസും ആത്മവിശ്വാസം, അതുപോലെ ആ ഒരു രോഗപ്രതിരോധ ശക്തി, അതെല്ലാം ഹൃദയചക്രത്തിലാണ് വരുന്നത്. അതിൻ്റെ ക്വാളിറ്റി സ്നേഹമാണ്. സ്നേഹം, പരിപാലനം, സംരക്ഷണം, ദയ, അതൊക്കെയാണ് ഹൃദയത്തിൻ്റെ ക്വാളിറ്റീസ്. അപ്പോൾ സെൻട്രൽ ഹാർട്ടിൽ ദുർഗയാണ് വരുന്നത്. റൈറ്റ് ഹാർട്ടിൽ വരുമ്പോഴത്തേക്കും അത് റെസ്പോൺസിബിലിറ്റി ആവും. അവിടെ സീതാരാമനും. ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ആത്മാവിൻ്റെ സ്ഥാനം, ആത്മാവിൻ്റെ സ്ഥാനത്ത്. അപ്പോൾ ഹൃദയചക്രത്തിൽ ദുർഗ. അടുത്തത് വിശുദ്ധി ചക്രം. വിശുദ്ധി ചക്രം നമ്മളെ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൽ കൈയും എല്ലാം വരുന്നുണ്ട്. നമ്മുടെ ആംഗ്യ ഭാഷ എല്ലാം ഭാഷ കമ്മ്യൂണിക്കേഷനിൽ വരുന്നതാണ്. നമ്മുടെ ഫേസിലെ എല്ലാ കാര്യങ്ങളും, ENT, ഇയർ, നോസ്, ത്രോട്ട്, അതെല്ലാം, തൈറോയിഡ് എല്ലാം ഇതിൽ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ദേവത എന്ന് പറയുന്നത് ശ്രീകൃഷ്ണനാണ്, രാധാകൃഷ്ണനാണ് അതിൻ്റെ ദേവത. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സാക്ഷി ഭാവം, ഡിപ്ലോമസി,
അപ്പം മഹാഭാരതത്തിൻ്റെ കഥകളൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്രീകൃഷ്ണൻ്റെ ആ ഒരു ക്വാളിറ്റി, ഡിപ്ലോമസിയും സാക്ഷിഭാവവും, അതുപോലെ സിസ്റ്റർ ബ്രദർ റിലേഷൻഷിപ്പ്. ഇപ്പോൾ ശ്രീകൃഷ്ണൻ്റെ ജീവിതത്തിൽ അതിൽ ആ ഒരു ദ്രൗപദിയുമായിട്ടുള്ള റിലേഷൻ ഒരു സിസ്റ്റർലി റിലേഷനാണ്. വിഷ്ണുമായ എന്ന് പറയുന്നത് ശരിക്കും ദ്രൗപദിയുടെ ഒരു വിഷ്ണുമായയാണ്. വിഷ്ണുമായ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ്റെ സിസ്റ്ററാണ്. അപ്പോൾ ആ ഒരു ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ് നമ്മുടെ വിശുദ്ധി ചക്രത്തിൽ വരുന്നു. അടുത്തത് ആജ്ഞാചക്രം. ആജ്ഞാചക്രത്തിൽ ശരിക്കും മഹാവിഷ്ണുവാണ്. മഹാവിഷ്ണു ജീസസ് ക്രൈസ്റ്റ്. ക്ഷമയാണ്. ക്ഷമ ഏറ്റവും കൂടുതൽ നമ്മളെ ഭൂമിയിൽ കാണിച്ചു തന്നത് ജീസസ് ക്രൈസ്റ്റാണ്. കാരണം സ്വന്തമായിട്ട് കുരിശിൽ തറയ്ക്കാൻ പോകുമ്പോഴും അവരോട് ക്ഷമിക്കണമേ എന്ന് പറയാൻ കാണിച്ചു തന്നത് ജീസസ് ആണ്. അപ്പോൾ നമ്മുടെ ആജ്ഞാചക്രത്തിൽ ജീസസ് ക്രൈസ്റ്റും വരുന്നുണ്ട്. അതിൽ ബൈബിളിൽ പറയുന്നുണ്ട്, ഐ ആം ദ പാത്ത്, ഐ ആം ദ വേ, ഐ ആം നോട്ട് ദ ഡെസ്റ്റിനേഷൻ. ഐ ആം ദ പാത്ത്, ഞാൻ അതിൻ്റെ വഴിയാണ്, വാതിലാണ് എന്നാണ് പറയുന്നത്. ആജ്ഞാചക്രത്തിലാണ്. നമ്മുടെ സഹസ്രാരത്തിലോട്ടുള്ള വഴിയാണ് ശരിക്കും അത് ആജ്ഞാചക്രം. അപ്പോൾ ആ ഒരു ക്ഷമാശക്തി നമ്മളിൽ വന്നാലേ, നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ സാധിച്ചാലേ ഈ ആജ്ഞാചക്രം ഓപ്പൺ ആവുന്നു. അല്ലെങ്കിൽ ആ ഒരു ആത്മസാക്ഷാത്കാര സമയത്ത് നമുക്ക് ആ ഗുരുവിൻ്റെ കൃപ കൊണ്ട് ചെറിയൊരു വഴി അതിൽ കൂടെ തുറന്നു കിട്ടുന്നു. പക്ഷേ അത് അടഞ്ഞു പോകാനുള്ള കാരണം ഇതാണ്, ഈ അഹങ്കാരവും പ്രതി-അഹങ്കാരവും കൂടെ നമ്മുടെ ആജ്ഞാചക്രത്തിനെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ അത് തുറക്കാനുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമിക്കുക എന്നുള്ളതാണ്. ക്ഷമിക്കാതിരിക്കുന്നതുകൊണ്ട് നമ്മൾക്ക് യാതൊരു ഗുണവും തന്നെ ഇല്ല. കാരണം നമ്മളെ ദ്രോഹിച്ച ആൾക്കാർ വളരെ കൂളായിട്ട് നടക്കും. നമ്മളത് മനസ്സിൽ വെച്ചിട്ട് നമ്മളെ തന്നെ ദ്രോഹിച്ചുകൊണ്ടിരിക്കും. ക്ഷമ എന്ന് പറയുന്നത് വലിയൊരു ആയുധമാണ്. അപ്പോൾ ആജ്ഞാചക്രത്തിലെ ദേവത ജീസസും മഹാവിഷ്ണു രണ്ടും ഒരേ ശക്തി തന്നെയാണ്. അടുത്തത് സഹസ്രാരം എന്ന് പറയുന്നത് ആദിശക്തിയുടെ ഏരിയയാണ്. സഹസ്രാര എന്ന് പറയുന്നത് ലിംബിക് ഏരിയ എന്ന് പറയുന്നത് സഹസ്രാരം, ആദിശക്തിയാണ്. അപ്പോൾ ആദിശക്തിക്കാണ് ആ ഒരു സഹസ്രാരം എന്ന് പറഞ്ഞാൽ ഈ എല്ലാ ചക്രങ്ങളുടെയും കൂടെ കോമ്പിനേഷനാണ്, ഇൻ്റഗ്രേഷനാണ്, എല്ലാത്തിൻ്റെയും കൂടെ ഒരു സമന്വയമാണ്. എല്ലാ ചക്രങ്ങളുടെ ഗുണങ്ങളും കൂടെ ചേരുന്നതാണ്. നമ്മുടെ തലയിൽ തന്നെ ഈ എല്ലാ ചക്രങ്ങളും, ഇപ്പോൾ കൈകളിൽ ചക്രത്തിൻ്റെ സ്ഥാനം പറയുന്നത് പോലെ തലയിലും ചക്രങ്ങളുടെ സ്ഥാനമുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ധ്യാനാവസ്ഥയിൽ ഇരിക്കുമ്പോൾ പല സ്ഥലങ്ങളിൽ നമുക്ക് ചെറിയൊരു ഫീൽ ഉണ്ടാവാം. ആ ചക്രങ്ങളുടെ പീഠങ്ങളാണ് ശരിക്കും. ഓരോ ചക്രങ്ങളുടെ പീഠങ്ങൾ നമ്മുടെ തലയിലും ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഈ ധ്യാനത്തിലിരിക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യാൻ സാധിക്കും. അത് നമ്മൾ ഡീകോഡ് ചെയ്യേണ്ടത് അത് ഓരോ ചക്രങ്ങളുടെ സ്ഥാനങ്ങൾ, പീഠങ്ങൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ സാവധാനം നമുക്ക് മനസ്സിലാക്കി വരാം. കുറേ കൂടെ നമ്മൾ ആ ഒരു ധ്യാനാവസ്ഥയിൽ ഇരിക്കാൻ സാധിക്കുമ്പോഴാണ് ഇതൊക്കെ അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ശ്രീമാതാജിയുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക്, ശ്രീമാതാജിയാണ് ആദ്യം നമുക്ക് സഹസ്രാരം ഓപ്പൺ ചെയ്ത് തന്നത്. 1970 ശ്രീമാതാജി ഈ ഒരു സ്റ്റേറ്റ് എത്തിയിരിക്കുന്നു. മനുഷ്യർക്ക് ഇതിലൂടെ അല്ലാതെ, ആത്മസാക്ഷാത്കാരത്തിലൂടെ അല്ലാതെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ശ്രീമാതാജി എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് കാട്ടിലും ഹിമാലയത്തിലൊന്നും പോയി തപസ് ചെയ്യാതെ തന്നെ മനുഷ്യൻ്റെ പരിണാമത്തിൽ ഈ ഘട്ടത്തിലേക്ക് പോകാനുള്ള സമയമായി എന്ന് മനസ്സിലാക്കി ആത്മസാക്ഷാത്കാരം എങ്ങനെ മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കാം എന്ന് ശ്രീമാതാജി തീരുമാനിച്ചതും നമുക്കെല്ലാം ഈ ഒരു അറിവ് കിട്ടാനും സഹായമായത്. അപ്പോൾ ഇത് വളരെ വിലപ്പെട്ട ഒരു അറിവാണ്. കാരണം ഈ പുരാണങ്ങളിലും എല്ലാം പല അവതാരങ്ങളും എല്ലാം വന്നിട്ടുണ്ടെങ്കിലും അവർക്കൊന്നും ഈ കുണ്ടലിനി ഉണർത്താനുള്ള ഇത് കഴിവുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ മനുഷ്യരെ അതിന് തയ്യാറായിരുന്നില്ല ആ കാലഘട്ടത്തിൽ. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലാണ്
അത്തരം ഒരു സ്റ്റേജ് മനുഷ്യന് എത്തിയത്. അതിലും എല്ലാവർക്കും കിട്ടണമെന്നില്ല. ആ ഒരു ശുദ്ധമായ ആഗ്രഹം ഉള്ള ആൾക്കാർക്ക് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു അറിവ് എന്ന് പറയുന്നത് ചെറുതല്ല. അതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് ആ ഒരു ഗുരുവിൻ്റെ കഴിവ് അല്ലെങ്കിൽ ആ ഗുരുവിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഒരു കുണ്ടലിനി ശക്തി ഉണർത്തി നമ്മുടെ സഹസ്രാരത്തിലൂടെ ആ ഒരു യോഗ സ്ഥിതി തരണമെങ്കിൽ അത്രയും ആ ഒരു പവർ ആ ഗുരുവിനുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ആ ഗുരുവിന് മുന്നിൽ നമുക്ക് തീർച്ചയായിട്ടും വളരെ നന്ദിയോടുകൂടി അല്ലെങ്കിൽ ആ ഒരു സമർപ്പണത്തിൽ കൂടെ മാത്രമേ നമുക്ക് ഈ ധ്യാനത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കൂ. കാരണം നമുക്ക് വേറെ പല യോഗകളുണ്ടെങ്കിലും പല ഗുരുക്കന്മാരുണ്ടെങ്കിലും നമുക്ക് ആ ഒരു സത്യത്തിലേക്കുള്ള വഴി, ആ കുണ്ടലിനി ശക്തി ഉണർത്തിയാൽ കിട്ടുന്ന ആ ഒരു നേരായ വഴി, മിഡിൽ പാത്ത്, അത് മനസ്സിലാവുന്നത്. എന്താണ് സത്യം, എന്താണ് അസത്യം, ആ ഒരു റിയാലിറ്റിയിലോട്ട് നമ്മൾ വരുന്നത് സഹജയോഗയിലൂടെയാണ്. എന്താണ് റിയാലിറ്റി? നമ്മൾ പല ഹാലൂസിനേഷനിൽ അല്ലെങ്കിൽ തെറ്റായ വിദ്യകളിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫലമായിട്ടാണ് പല അസുഖങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു ചക്രങ്ങളുടെ ശുദ്ധീകരണത്തിലൂടെ സഹസ്രാരത്തിൽ കൂടെ, ആജ്ഞാചക്രം കടന്ന് സഹസ്രാരത്തിലൂടെ കുണ്ടലിനി വന്നാൽ മാത്രമേ ആ ഒരു യോഗ, ശരിയായിട്ടുള്ള യോഗ നമുക്ക് പ്രാപ്തമാവുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു യോഗ കണ്ടിന്യൂ ചെയ്യുന്നതിൽ കൂടെ നമ്മുടെ ആ ഒരു അവയർനെസ്, നമ്മുടെ ബോധത്തെ ഉയർന്ന ഒരു തലത്തിലേക്ക്, പരിണാമത്തിൻ്റെ ഉയർന്ന ലെവലിലേക്ക് എത്തിക്കാൻ സാധ്യമാവുന്ന ഒരു യോഗയാണ്. ഇത് അനുഭവത്തിലൂടെയാണ് വരേണ്ടത്. ഞാനിപ്പോൾ എത്രത്തോളം അതിനെക്കുറിച്ച് പറഞ്ഞാലും അത് നമ്മുടെ അനുഭവത്തിൽ വരണം. അപ്പോൾ അതിന് നമ്മൾ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഇത് പെട്ടെന്ന് നമുക്ക് ഒരു ക്ലാസ്സിൽ കൂടെ ഇങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാവുന്ന അല്ലെങ്കിൽ എത്തിച്ചേരാവുന്ന കാര്യമല്ല. നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവത്തിലൂടെ, നമ്മുടെ ഓരോരുത്തരുടെയും ധ്യാനത്തിലൂടെ ആ ധ്യാനത്തിൻ്റെ സ്ഥിതി മെച്ചപ്പെടുത്തി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതാണ്. അപ്പോൾ ഇതൊരു ഞാനിപ്പോൾ 2 മാസം ചെയ്തു, നല്ലൊരു ഫീലായിരുന്നു, അത് കഴിഞ്ഞു എന്നുള്ള മട്ടിൽ നമ്മൾ തിരിച്ച് വീണ്ടും പഴയപടി പോവുകയാണെങ്കിൽ നമ്മൾ വീണ്ടും നാഭീചക്രത്തിൽ, ആ ഭവസാഗരത്തിൽ തന്നെ വീണ്ടും പെട്ടുപോകുന്നു. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് ആ ഒരു ഹയർ അവയർനെസ്സിലോട്ട് പോകാൻ നമ്മളെ ഈ ഒരു യോഗ സഹായിക്കും. എല്ലാവരും ഈ ധ്യാന രീതി, ആ അറിവ് കൂടുതൽ പ്രയോജനപ്പെടുത്തണം. ആ ധ്യാനത്തിൻ്റെ സമയം എത്രത്തോളം നമുക്ക് നിർവിചാര സ്ഥിതി കിട്ടുന്നു എന്ന് നോക്കണം. നമ്മുടെ ചക്രങ്ങളുടെ ആ ഒരു അവയർനെസ് എത്രത്തോളം ആയി എന്ന് ഒന്ന് നോക്കണം. ഇതൊക്കെയാണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് കൂടുതൽ ഇൻറ്ററാക്ഷൻ ഈ ലോക്ക്ഡൗൺ പീരീഡൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ, സെൻറ്ററിലോട്ട് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഓരോ അറ്റൻഷൻ അതിലോട്ട് ശ്രദ്ധിക്കാൻ സാധിക്കും. ഇപ്പോൾ ഓൺലൈൻ ആകുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് 8 മണിക്ക് ഇതുപോലെ ഒരുമിച്ച് ധ്യാനത്തിൽ കാണാം. പങ്കെടുത്ത എല്ലാവർക്കും വളരെ നന്ദി, നമസ്കാരം. വീണ്ടും നാളെ 8 മണിക്ക് കാണാം.